ഒരു കാലത്ത് പാറക്കെട്ടുകൾ തെങ്ങി നിറഞ്ഞ ഭൂമിയിൽ നിന്ന് മണ്ണിന്റെ ഉർവരതയും ധാതുസമ്പത്തും വീണ്ടെടുക്കാനുള്ള VR അജയകുമാറിന്റെ വിജയ സംരംഭമാണ് പത്തനംതിട്ടയിലെ പിലാർ ഡിവിഷനിലുള്ള 38 ഏക്കർ ഭൂമിയിലെ ഈ ജൈവ സമ്പത്ത്. തന്റെ പശുപരിപാലനത്തിലൂടെയാണ് അദ്ദേഹം മണ്ണിന്റെ ജൈവികത തിരികെ കൊണ്ടുവന്നത്. ഇവിടത്തെ ലക്ഷ്മി ഗോശാലയിൽ തനത് നാട്ടുപശുക്കളുടെ വൻ ശേഖരം തന്നെയുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, കർണാടക, തഞ്ചാവൂർ, മഹാരാഷ്ട്ര, വൈക്കം, കാസർഗോഡ് എന്നിവിടങ്ങളിലെ ഗോക്കൾ ഈ ഗോശാലയെ അലങ്കരിക്കുന്നു. വൈക്കത്തിന്റെ സ്വന്തം മിച്ചൂർ പശു മുതൽ കാസർഗോഡൻ കുള്ളൻ, കപില, ഗുജറാത്തിലെ ഗീർ, രാജസ്ഥാനിലെ കാംഗ്രീഷ്, മഹാരാഷ്ട്രയിലെ ലാൽ കാന്താരി, കർണാടകയിലെ ഹള്ളിഗർ, ഹരിയാനയിലെ സഹിവാൾ എന്നിങ്ങനെ തനത് പശുക്കളുടെ നിര തന്നെയുണ്ടിവിടെ. അത് വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ബിസിനസ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വയബിളല്ല. പക്ഷെങ്കിൽ മാനുഷികമായ ചില കാര്യങ്ങൾ മനസ്സിൽ, ചില ആശയങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു പോയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. സീറോ ബഡ്ജറ്റ് ഫാമിങ്, അതിലൂടെ നമുക്ക് നമ്മുടെ ഭൂമിയെ ആ ധാതു സമ്പത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള കൃഷി സമ്പ്രദായ രീതി ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപയുടെ വളം പോലും പുറത്തുനിന്നും മേടിക്കാതെ നമ്മുടെ ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ 30 ഏക്കർ വരെ ചെയ്യാമെന്നാണ് ഡോക്ടർ പലേക്കർ പറയുന്നത്. ഇനി 30 ചെയ്യണ്ട, 15 ഏക്കർ ചെയ്യാം. ഞാനതിവിടെ കാണിക്കുന്നുണ്ട്. 15 ഏക്കറിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ 1 രൂപയുടെ വളം പോലും ഇല്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പം നമ്മുടെ നാടൻ പശുവിൻ്റെ ആ മഹത്വം നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേസമയം ഒരു കാലത്ത് കേരളത്തിലും മറ്റിതര സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് കൗ ബേസ് കൾട്ടിവേഷനായിരുന്നു. പരമ്പരാഗതമായ അതിലേക്ക് നമ്മൾ തിരിച്ചു വന്നേ മതിയാവൂ, അല്ലാതെ ഈ പ്രപഞ്ചത്തിന് പോലും നിലനിൽപ്പില്ല. മണ്ണിനെയും മണ്ണിന്റെ പോഷകം നിലനിർത്തുന്ന മറ്റു സൂക്ഷ്മജീവികളെയും സംരക്ഷിച്ചു നിർത്താൻ ഈ ജൈവ വൈവിധ്യത്തിന് സാധിക്കുന്നു. തുമ്പിയും ചിത്രശലഭങ്ങളുമൊക്കെ ഇവിടേക്ക് തിരികെ വന്നു തുടങ്ങി. വൻ വൃക്ഷങ്ങളിൽ മാത്രം കൂടുകൂട്ടുന്ന അപൂർവങ്ങളായ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ആവാസമൊരുക്കി കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അജയകുമാർ വിശ്വസിക്കുന്നു. പല നാടുകളിൽ സഞ്ചരിച്ച് പല ആളുകളുമായി സമ്പർക്കം പുലർത്തി വായനയിൽ നിന്ന് നേടിയെടുത്ത വിജ്ഞാനവും ആർജവവും കൈമുതലാക്കിയാണ് അജയകുമാർ ഈ ബൃഹത് സംരംഭം പ്രാവർത്തികമാക്കിയത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തനത് പശുക്കളിലേക്ക് ശ്രദ്ധ തിരിയുന്നതും അക്കാലത്താണ്. അജയകുമാർ ആദ്യം ചെയ്തത് പാറക്കെട്ടുകളും റബ്ബർ വൃക്ഷങ്ങളും നീക്കം ചെയ്യുകയാണ്. അന്നു മുതൽ കീടനാശിനികൾ ഒന്നും ഈ ഭൂമിയിൽ പ്രയോഗിച്ചിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രമേണ ഇവിടെ ജീവജാലങ്ങൾ ആവാസമൊരുക്കാൻ തുടങ്ങി. മണ്ണിരകൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ, അപൂർവ ഇനം ജീവികൾ എന്നിവയെല്ലാം യഥേഷ്ടം വിഹരിക്കുന്നുണ്ടിവിടെ. ഇവിടെ തരിശുഭൂമി തട്ടുതട്ടായി തിരിച്ചാണ് കൃഷിഭൂമിയാക്കിയെടുത്തത്. തട്ടുതട്ടുകളായതിനാൽ മണലിപ്പ് തടയാനും വളക്കൂറ് നിലനിർത്താനും സാധിക്കുന്നു. വിശാലമായൊരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. പാറക്കെട്ടുകളും റബ്ബറും വളർന്നു നിന്നയിടത്താണ് 16 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ ജൈവസമ്പത്ത് തിരികെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ 500 പ്ലാവുകൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സമ്മിശ്ര കർഷകൻ. നമ്മുടെ പൂർവികർ ആരോ നട്ട വൃക്ഷങ്ങളിലെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ താൻ നടുന്ന വൃക്ഷങ്ങളിലെ ഫലങ്ങൾ മറ്റാരെങ്കിലും അനുഭവിക്കട്ടെ, അതുമല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് മൃഷ്ടാന്നമാകട്ടെ എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അജയകുമാറിനെ നയിക്കുന്നത്. അദ്ദേഹം ഖത്തറിൽ 25 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നു. കാർഷിക കുടുംബത്തിൽ വളർന്ന അജയകുമാർ ചെന്നെത്തിപ്പെടുന്നിടത്തൊക്കെ കൃഷി വികസിപ്പിച്ചെടുത്തിരുന്നു. വീട്ടിൽ ഒരു നാൾ പോലും പശു ഇല്ലാതിരുന്നിട്ടില്ലെന്നും ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. നാട്ടുപൈക്കളുടെ വളത്തിന് മണ്ണിനെ പുഷ്ടിപ്പെടുത്താനുള്ള കഴിവുണ്ട്. നാടൻ പശുക്കളുടെ പോരായ്മയായ പാലുൽപാദന പരിമിതി മറികടക്കാൻ ജൈവരീതിയിൽ വളർത്തപ്പെടുന്ന നാടൻ പശുക്കളുടെ മൂത്രം, ചാണകം എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കഴിയും. പഞ്ചഗവ്യം, ഗോമൂത്രം, ചാണകം, കീടനാശിനികൾ, ജൈവവളങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. നാടൻ പശുവിന്റെ 1 ഗ്രാം ചാണകത്തിൽ 300 മുതൽ 500 കോടി വരെ മണ്ണിന്റെ വളക്കൂർ വർദ്ധിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളും സൂക്ഷ്മജീവികളും ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗോശാലയിൽ 250-ലേറെ പശുക്കളുണ്ട്. ഇതിൽ 211 നാടൻ പശുക്കളും 40 ഹൈബ്രിഡ് പശുക്കളുമുണ്ട്.
50-ലേറെ കിടാരികളും. ഇന്ത്യയിൽ ഏതാണ്ട് 105ഓളം നാടൻ ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് വംശനാശം വന്ന് 35-ലെത്തി നിൽക്കുക. ഇവിടെ ഏതാണ്ട് 13ഓളം ഇനം എൻ്റെ അടുത്ത് നിന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. കേരളത്തിലെ വെച്ചൂരുണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്, മലനാടനുണ്ട്, ചെറുവള്ളിയുണ്ട്, പാലക്കാട് ഡാഫ്റ്റുണ്ട്. അവിടുന്ന് പിന്നെ കർണാടകയിലെ അല്ലെ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറുള്ള കപിലയുണ്ട്, തഞ്ചാവൂർ കൃഷ്ണയുണ്ട്, ഹള്ളികറുണ്ട്, ആന്ധ്ര കൃഷ്ണയുണ്ട്, പിന്നെ ലാൽ കാന്താരി, അത് മഹാരാഷ്ട്രയിലെ ഒരു ബ്രീഡാണ്. ലാൽ കാന്താരി ഉണ്ട്. പിന്നെ ആന്ധ്രയിൽ നിന്ന് പൊങ്കന്നൂരുണ്ട്. പിന്നെ ഗുജറാത്തിലെ ഗീറാണുള്ളത്. ഗീർ വനങ്ങളുടെ താഴ്വാരത്തിൽ വസിക്കുന്ന ഗീർ പശുവുണ്ട്, അതിൻ്റെ ബുള്ളുമുണ്ട്. പിന്നെ രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലുള്ള കാങ്ക്രേജ് ഉണ്ട്. അവിടുന്ന് പിന്നെ ഹരിയാനയിലെ സഹിവാളുണ്ട്, പഞ്ചാബിലെ സിന്ധി. ഇത്രയും ഇനങ്ങളാണ് എൻ്റെ അടുത്ത് ഇപ്പോഴുള്ളത്. പക്ഷേ കൂടുതൽ ഇനങ്ങളെ ഞാൻ ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ ഈ ഗോശാലയിലെത്തിക്കും. സങ്കര ഇനം പശുക്കളെ അപേക്ഷിച്ച് വലിപ്പക്കുറവുള്ളവയാണ് നാടൻ പശുക്കൾ. നാടൻ കാളകളിൽ വളരെ പ്രകടമായി പൂഞ്ഞി കാണുന്നു. നാടൻ പശുക്കളുടെ തൊലിക്കടിയിലെ പേശികൾ വളരെ ശക്തിയുള്ളതിനാൽ തൊലിയുടെ ദ്രുതചലനം സാധ്യമാകും. അതിനാൽ തന്നെ ഇവയിൽ ബാഹ്യ പരാതബാധയുണ്ടാവില്ല. വെച്ചൂർ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ പശു. വംശനാശത്തിൽ എത്തുന്നിടത്തുനിന്ന് കേരള വെറ്ററിനറി സർവകലാശാലയുടെ പ്രയത്നഫലമായി അതിജീവിച്ചുവെന്ന ചരിത്രം കൂടിയുണ്ട് വെച്ചൂർ പശുവിന്. ഉയരക്കുറവ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ശേഷി, രോഗപ്രതിരോധ ശേഷി, പാലിന്റെ ഔഷധമൂല്യം എന്നീ പ്രത്യേകതകളുള്ള ഈ പശുക്കൾ തവിട്ട്, കറുപ്പ്, വെളുപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു. 6% കൊഴുപ്പുള്ള പാലിലെ ഫോസ്ഫോലിപ്പിഡ് അനുപാതം കുഞ്ഞുങ്ങളിൽ തലച്ചോറിന്റെയും നാഡികളുടെയും വളർച്ചയെ ത്വരിതപ്പെടുത്തി ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി, ഉഷ്ണപ്രതിരോധ ശേഷി എല്ലാം ഇവയെ മികവുറ്റതാക്കുന്നു. എന്നു മാത്രമല്ല, കുറഞ്ഞ അളവിൽ മതി ആഹാരവും. ഈ കുഞ്ഞൻ പശുക്കൾക്ക് 130 കിലോഗ്രാം ഭാരവും 124 സെന്റിമീറ്റർ നീളവും 85 മുതൽ 87 സെന്റിമീറ്റർ വരെ ഉയരവുമുണ്ട്. ഇതിന് 2 ലിറ്റർ പാല് വരെ നമുക്ക് ലഭിക്കും. തീറ്റി വളരെ കുറച്ച് മതി. വളരെ ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഔഷധ മൂല്യമുള്ള പാലാണ്. അതുപോലെ ഇതിന്റെ ചാണകമാണെങ്കിലും മൂത്രമാണെങ്കിലും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ പാല് മാത്രം നോക്കിയിട്ട് പശുവിനെ വളർത്തില്ല. കാര്യം നമ്മൾ അതിൻ്റെ ടോട്ടൽ അത് തരുന്നത് നമുക്ക് പാല് തരും, ചാണകം തരും, മൂത്രം തരും. പാല് ചിലപ്പോൾ 1.5 ലിറ്റർ തരും. പക്ഷേ 5 ലിറ്ററോളം മൂത്രം ഒരു ദിവസത്തിൽ. കൂടാതെ ചാണകം ഒരു 10 കിലോ ചാണകം വരെ തരും. പിന്നെ വീട്ടിലുള്ള നമ്മുടെ സാധാരണ ഉള്ള തീറ്റി കൊടുത്താൽ മതിയെന്ന്. അപ്പം അത് ബൈബിളാവും. സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് കൃഷിക്ക് ഇതിൻ്റെ വെളിയിൽ നിന്ന് വളമൊന്നും വാങ്ങിക്കേണ്ട, ഇതിൻ്റെ ചാണകവും മൂത്രം ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായ രീതി. ഇന്ത്യയിലെ ഏത് നാടൻ പശു എടുത്തു കഴിഞ്ഞാൽ മൂല്യങ്ങൾ വരുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ചെറിയ പശുക്കൾക്ക് മറ്റുള്ളതിനേക്കാൾ കമ്പാരിറ്റീവ്ലി റെസിസ്റ്റന്റ് പവർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മൂല്യങ്ങളും ഇത് കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ കേരളത്തിലുള്ള സസ്യലതാദികൾ കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് ഇത് കഴിക്കുന്നത്. കാസർഗോഡ് കുള്ളൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ കന്നുകാലി ഇനമാണ് കാസർഗോഡ് കുള്ളൻ. 95.33 സെന്റിമീറ്ററാണ് ഉയരം. ഭക്ഷണമായി അടുക്കള അവശിഷ്ടങ്ങൾ മതിയാവും. വൈക്കോൽ, തീറ്റപ്പുല്ല് എന്നിവ ആവശ്യമില്ല. 2 മുതൽ 3 ലിറ്റർ പാൽ തുരത്തും. സംയോജിത കൃഷി രീതിയിൽ പ്രാധാന്യമുണ്ട് ഇവയ്ക്ക്. സാധാരണ കറുപ്പ് നിറമാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കുറഞ്ഞതാണ് ഈ ജനുസം. 70ഓളം കാസർഗോഡ് കുള്ളനുണ്ട് അജയ്കുമാറിന്റെ ഗോശാലയിൽ. ഇത് ഹള്ളികർ, കർണാടകയിലാണ് ഇതിൻ്റെ സ്വദേശം. ഞാൻ ഓർത്തിൽ എനിക്ക് കിട്ടി, ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ എന്നെ പോറ്റുവാണ്. ഇനി ക്രോസിംഗ് ഒക്കെ ചെയ്യണം. കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നാണ്. വളരെ ശാന്ത സ്വരൂപനായ ഒരു സാധനമാണ്. ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. ഇതും നമ്മുടെ ഈ മറ്റുള്ള പശുക്കളെ പോലെ തന്നെ ഇതിൻ്റെ പാലിനും മൂത്രത്തിനും ചാണകത്തിനും എല്ലാം മെഡിസിൻ വാല്യൂ ഉള്ളതാണ്. പൊങ്കാന്നൂർ പശു. വെണ്മയോലുന്ന മേനിയുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ പൊങ്കാന്നൂർ പ്രദേശത്തെ പശുക്കൾ. കറുത്ത് തിളങ്ങുന്ന കണ്ണുകൾ, കൺപീലികൾ, അയഞ്ഞ താടകൾ, ഉയർന്ന പൂഞ്ഞി, ചിങ്കരിക്കിന്റെ നിറമുള്ള കൊമ്പുകൾ, നല്ല കൊഴുത്തുണ്ടിരിക്കുന്ന ശരീരപ്രകൃതി, ഇവയെല്ലാം പൊങ്ങന്നൂർ പശുവിന് സ്വന്തം.
ചുരുക്കത്തിൽ സുന്ദരികളാണ് ഈ പശുക്കൾ. പൊങ്കന്നൂർ ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ആന്ധ്രാപ്രദേശത്ത് പൊങ്കന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ പശുവാണ്. അതിന്റെ സൗന്ദര്യം നോക്കി, ഇതിന്റെ ബാക്ക് സൈഡ്, അതിന്റെ ലക്ഷണങ്ങൾ, കണ്ണുണ്ട്, ഉണ്ട കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ള കണ്ണ്. നമ്മൾ നോക്കി വരുന്നത് കറുത്ത പീലിയെ, വാലിന്റെ അറ്റം കറുത്തതായിരിക്കും, മുട്ടിന് താഴെ വാലിടക്കുന്നു. ഭയങ്കര ഹൈജനിക്കാണ്, ഭയങ്കര വൃത്തിയായിട്ട് എപ്പോഴും നിൽക്കത്തുള്ളൂ. നല്ല ഒരു ഉരുണ്ട് ഇരിക്കും. ഇതിന്റെ ഈ പശുവിന്റെ കാര്യം പറഞ്ഞ പോലെ ഔഷധ ഗുണമുള്ളതാണ്. 2.5 ലിറ്റർ വരെ പാല് തരുന്ന പശു ഇത്. കപില കർണാടകയിലെ അപൂർവ ജനുസാണ് കപില. കുറഞ്ഞ പാലുൽപാദനം, എന്നാൽ ഔഷധമൂല്യമുള്ള പാൽ. 2 ലിറ്റർ പാൽ ചുരത്തും ഇവർ. കണ്ണ്, കൺപീലി, മുഖം, മുട്ടിന് താഴെ കിടക്കുന്ന വാൽ, സൗന്ദര്യമുള്ള മുഖം എന്നിങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു കപില. ഇതിപ്പോൾ കാണുന്നത് വേൾഡ് ഷോർട്ടസ്റ്റ് കപില പശുവാണ്. 2 പ്രസവിച്ചതാ, 3ാമത്തെ മേറ്റിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പാലിന് ഭയങ്കര ഔഷധ ഗുണമാണ്. ഒരു 1000-1500 കാസർഗോഡ് കുള്ളൻ പ്രസവിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരെ റയറായിട്ട് വന്ന് പെടുന്ന ഇതങ്ങനെ ഒരു പ്രത്യേക ഏരിയയിലുള്ളതല്ല. നമ്മുടെ കാസർഗോഡ് വെച്ചൂരൊക്കെ പ്രസവിക്കുമ്പോൾ വളരെ റയറായിട്ട് വരുന്ന ലെസ് ദൻ 80 പശുക്കൾ കേരളത്തിൽ ഇത് ഉള്ളൂ. ഞാൻ കാണിച്ചത് വളരെ റയറായിട്ടാണ് ചെറുതിനെ കിട്ടുക. പക്ഷേ ഒറിജിനൽ സൈസ് ഫീച്ചേഴ്സ് അതിൻ്റെ കണ്ടില്ല. അതിൻ്റെ മുഞ്ഞ് കണ്ടോ, അതിൻ്റെ കളറ്, കണ്ണിൻ്റെ കളറ്, കൺപീലിയുടെ കളറ്, ആ മുഞ്ഞ് കണ്ടില്ല, ഫേസ് ഉണ്ട് മളഞ്ഞോ. അതുകൊണ്ട് വാല് നല്ല ചുമന്ന, മുട്ടിന് താഴെ കിടക്കുന്ന വാല്, കണ്ണോട് നോക്കി ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ പീലി കണ്ടോ. ഇത് ഗീറിൻ്റെ ബുള്ളാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഇത് ഗുജറാത്തിലാണ് ഇവൻ്റെ ഒറിജിന്. ഗീർ വനങ്ങൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ. ഗീർ വനത്തിൻ്റെ താഴ്വാരങ്ങളിലാണ് ഇവൻ വാസം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിൽക്ക് ഈൽഡുള്ള ഒരു പശുവാണ് ഇത്. അമേരിക്ക, കാനഡ, ഡെൻമാർക്ക്, ഒരുമാതിരിപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവർ കൊണ്ടുപോയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിൻ്റെ 1 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 10 ml ഗോൾഡ് ഗുജറാത്തിലെ സൈനിസ്റ്റുമാർ 6 വർഷത്തെ പ്രയത്നം കൊണ്ട് അവർ വേർതിരിച്ചെടുത്തു. 10 ml ഗോൾഡ്. ഓക്കെ, ഇത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 8-9 months ബാക്ക് കേരളത്തിലെ എല്ലാ മീഡിയയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഈ കാണുന്ന ഈ സൂര്യനാടി പറയുന്നത്, ഇത് നമ്മളിതിങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇതിനെ മസാജ് ചെയ്താൽ ഈ ഹൈ പ്രഷർ ലോ പ്രഷർ ഉള്ളവരുടെ പ്രഷർ കൂടും. അതുപോലെ തിരിച്ച് വീണ്ടും നമ്മൾ അവരോട് അത് റെഡ്യൂസ് ചെയ്യും. ഇത് സയൻറ്റിഫിക്കലി എല്ലാം പ്രൂവൺ ചെയ്തതാണ്. ഇതിൻ്റെ പാലിന് ഔഷധ ഗുണമുണ്ട്, മൂത്രത്തിനുണ്ട്. അപ്പോൾ മൂത്രത്തിൽ സ്വർണത്തിൻ്റെ അംശം കണ്ട സ്ഥിതിക്ക് അപ്പോൾ അതിൻ്റെ പാലിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഫോറിൻ ബ്രീഡിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാം ഉണ്ട്. ലാൽ കാന്താരി. മഹാരാഷ്ട്രയിലെ തനത് പശുവായ ലാൽ കാന്താരിക്ക് കടും ചുവപ്പ് നിറമായതിനാലാണ് ഈ പേര് വന്നത്. ഇതിന് വിശാലമായ നെറ്റിത്തടം, നീണ്ട ചെവി, തിളങ്ങുന്ന കണ്ണുകൾ എന്നീ പ്രത്യേകതകളുണ്ട്. ചുമന്ന കാന്താരി, അവിടെ ലാൽ കാന്താരി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയാണ് ഇവിടെ സ്വദേശം. ഇത് അറക്കാൻ കൊണ്ടുപോയ ഒരാളിന് ഞാൻ മേടിച്ചതാണ്. അവർ ചോദിച്ച പൈസ കൊടുത്തിട്ട്. ഇതൊരാൾ വളർത്തിക്കൊണ്ടിരുന്നു. അവർക്ക് 2 ഇത് പ്രസവിച്ച, 3ാമത് അത് ചനയാക്കാൻ കാരണം അവർ വിറ്റല്ല, ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുത്തു. ആ ആൾ വളർത്തിക്കണമെന്ന് പറഞ്ഞു. ആ ആളെന്ത് ഇതിനെ കൊടുത്ത് കാശാക്കി. അങ്ങനെ കൊണ്ടുപോയെടുത്ത് ഞാൻ വെച്ച് കൊണ്ടുവന്നു. വളരെ ശാന്തത ഉള്ളതാണ്. 5 ലിറ്റർ വരെ പാല് തരുന്ന പശു. കാംഗ്രേജ്. രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിൽ കാണപ്പെടുന്ന കാംഗ്രേജ് പശുക്കൾ നല്ല ഔഷധമൂല്യമുള്ള 5 ലിറ്റർ പാൽ ചുരത്തും. നീണ്ട കാൽമുട്ടിന് താഴെ കിടക്കുന്ന വാൽ ഇവയുടെ പ്രത്യേകതയാണ്. ഇത് കാംഗ്രേജ്, രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിലാണ്. കാംഗ്രേജ് ഇനമാണ് ഇത്. 4-5 ലിറ്റർ വരെ പാല് തരും. ഇപ്പം ബഹളം ഉണ്ടാക്കുകയില്ല. അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവിടെ ഒരു പദ്മേടെന്നും പറഞ്ഞൊരു ആശ്രമമുണ്ട്. 1,00,000-ലധികം കാംഗ്രേജ് ഉണ്ട്. 1 lakh എബോ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. മലയാളികൾക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയത്തില്ല. നോർത്ത് ഇന്ത്യയോട്ട് ചെന്നാൽ അതിൻ്റെ വാല്യൂ മനസ്സിലാകത്തില്ല. ഈ കൊമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൽ അവന് വലിയ പ്രശ്നക്കാരനല്ല. പരിചയമില്ല എങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവൻ വളരെ ശാന്തനാണ്. നാടൻ പശുക്കൾക്കൊപ്പം ജേഴ്സി, സിന്ധി തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പശുക്കളും ഗോശാലയിലുണ്ട്. ഇവയിൽ പലതും അവയോടുള്ള മമത കൊണ്ട് അറവുകാരനിലേക്ക് എത്താതെ ഇപ്പോഴും ഈ ഗോശാലയുടെ പ്രൗഢിയാകുന്നു. ലാഭം മാത്രം മുൻനിർത്തി ക്ഷീര കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്ന കർഷകർക്കൊരു മാതൃകയാവുകയാണ് അജയ്കുമാർ. ഇവിടെ ഒരു 1.5 വർഷമായിട്ട് തന്നെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഗ്രൂപ്പായിട്ട് ഫാമിലിയും കുട്ടികളടക്കം വരുന്നുണ്ട്. പക്ഷേ ഞാൻ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളോടാണ്. കാര്യം കൊച്ചു കുട്ടികളടക്കം
12th വരെയുള്ള കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർ ഒരു സൈഡ് രാവിലെ മോർണിംഗ് സെക്ഷനിൽ അവർ കൃഷി കാണുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പശുക്കളെ കാണുന്നു, അത് കഴിഞ്ഞ് അവർക്ക് 1 മണിക്കൂറത്തെ ഒരു ഓറിയൻറ്റേഷന്. ആ കുട്ടികളൊക്കെ തിരിച്ചു പോകുന്ന വളരെ സന്തോഷവാന്മാരായിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നത്, ഈ കുട്ടികൾ പോയി കഴിഞ്ഞ് എനിക്ക് ഒരുപാട് കോൾസ് എൻ്റെ ഓഫീസിലും എനിക്കും വരാറുണ്ട്. പേരൻസ് വിളിക്കുന്നു ഞങ്ങൾക്ക് വന്നൊന്ന് കാണണമെന്ന്. അപ്പോൾ അവർ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാണ്, പശുവിനെ വളർത്താൻ തയ്യാറാണ്. കാരണം കുട്ടികളോട് പാൽ എവിടെ കിട്ടുന്നത് വെച്ചാൽ കവറിലാണ് കിട്ടുന്നതെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മുടെ ഈ പശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും കൃഷിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാര്യം അവർ വളർന്നു വരുമ്പോൾ അവർ പ്രബുദ്ധരാകും. തന്നെയുമല്ല, അവർ കൃഷിയെ സ്നേഹിക്കുകയാണെങ്കിൽ, കൃഷി ചെയ്ത് ആ ചെടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ആ ചെടിയെ സ്നേഹിക്കുന്നു, അതോടൊപ്പം അവിടെ കാണുന്ന സഹജീവിയെ സ്നേഹിക്കുന്നു, അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നു. അതിലൂടെ മനുഷ്യ നന്മയുള്ളവരായി തീരും. അജയ് കുമാറിനെ തേടി നിരവധി സർക്കാരേതര അവാർഡുകൾ ഇതിനകം എത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ കാമധേനു പുരസ്കാരമാണ് ഏറ്റവും ഒടുവിൽ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ തനത് ഗോക്കളെ സംരക്ഷിക്കുന്നതിന് ഭാരത സർക്കാരിന്റെ ആദരമാണ് ഈ കാമധേനു അവാർഡ്. മണ്ണിന്റെ ജൈവസമ്പത്തിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള അജയകുമാറിന്റെ പ്രയത്നങ്ങൾക്ക് അംഗീകാരമായി 2015-16 ബയോഡൈവേഴ്സിറ്റി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് കുള്ളനെയും കപിലയെയും ബെച്ചൂരിനെയും ആന്ധ്രകൃഷ്ണയെയും ഗീർണയും എല്ലാം തൊട്ടു തലോടി നടക്കുന്ന അജയന് നാടൻ പശുക്കളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ 100 നാവാണ്. ക്ഷീരോത്പാദനം മാത്രം ലക്ഷ്യമാക്കി കറവ പറ്റിയ മാടുകളെ അറവുശാലയിലേക്ക് അയക്കുന്ന കർഷകർക്കൊരു പാഠം കൂടിയാവുകയാണ് ഈ ക്ഷീര കർഷകൻ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് പണം ബാങ്ക് വഴി. തേനീച്ച വളർത്തലിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ നെൽകർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന്റെ വില ഇനി മുതൽ ബാങ്കുകൾ വഴി ഉടൻ ലഭ്യമാക്കാനുള്ള നടപടി പ്രാവർത്തികമായി. ഇതുപ്രകാരം സംഭരിച്ച നെല്ലിന്റെ വിവരങ്ങളടങ്ങിയ രസീത് ബാങ്കിൽ ഹാജരാക്കിയാൽ 3 ദിവസത്തിനകം കർഷകർക്ക് പണം ബാങ്ക് വഴി ലഭിക്കുന്നതാണെന്ന് സർക്കാർ അറിയിച്ചു. അടുത്ത സംഭരണ സീസൺ മുതൽ ഈ പദ്ധതി നിലവിൽ വരുമെന്ന് സർക്കാർ അറിയിപ്പിൽ പറയുന്നു. കോട്ടയം ആസ്ഥാനമായ റബ്ബർ ബോർഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വിവിധ റബ്ബർ ഉൽപാദക സഹകരണ സംഘങ്ങളുമായി സഹകരിച്ച് തേനീച്ച വളർത്തലിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നു. മാസത്തിൽ 2 ദിവസത്തെ പരിശീലനം എന്ന രീതിയിൽ 1 വർഷമാണ് പരിശീലന കാലാവധി. പ്രവേശന ഫീസ് 1000 രൂപയാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 048123531168 അല്ലെങ്കിൽ 9446059692 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723707773. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് എൻമജഗൈ പഞ്ചായത്ത് ഹാളിൽ പുതിയ ഇനം
കവുകുകളുടെ കൃഷിരീതി, വളപ്രയോഗം, രോഗകീട നിയന്ത്രണം എന്നിവയെ സംബന്ധിച്ച് ജൂലൈ 31 ഏകദിന ക്യാമ്പ് നടത്തുന്നു. കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ക്യാമ്പിൽ എത്തുന്ന കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9400334940. തിരുവനന്തപുരം കടകംപള്ളി കൃഷിഭവനിൽ 2017-18 കാലയളവിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷകർ കരം ഒടുക്കിയ രസീതിന്റെ പകർപ്പ് സഹിതം കൃഷിഭവനിൽ എത്തി അപേക്ഷ സമർപ്പിക്കണമെന്ന് കടകംപള്ളി കൃഷി ഓഫീസർ അറിയിക്കുന്നു. അപേക്ഷ കൃഷിഭവനിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പാൽക്കൂൺ വിത്ത് വിൽക്കപ്പെടുന്നു. 300 ഗ്രാമിന് 40 രൂപയാണ് വില. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 808-640-5476. മറ്റൊരു നമ്പർ 808-663-9281. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് വെമ്പായം കൃഷിഭവൻ പരിധിയിൽപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കുന്നു. ആദരിക്കലിന് പരിഗണിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവർ വെമ്പായം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. നാളെയാണ് അവസാന തീയതി. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9744961964. തിരുവനന്തപുരം കുറ്റിച്ചൽ കൃഷിഭവന് പരിധിയിൽ വരുന്ന കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായ തെങ്ങിൻ തൈകൾ കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. നാടൻ 75 രൂപ, കുറിയത് 75 രൂപ, സെഗ്രിഗന്റ് 65 രൂപ, ഡീൻഡുറ്റി 125 രൂപ. കേരള കാർഷിക സർവകലാശാലകളുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ജൈവ കീടനാശിനികളായ സ്യൂഡോമോണസ്, വെർട്ടിസീലിയം, ബുവേറിയ, മെറ്ററൈസിയം, ട്രൈക്കോഡേർമ എന്നിവ ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8086405476. മറ്റൊരു നമ്പർ 9645420575. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 13,800 രൂപ, കോഴിക്കോട് 15,400 രൂപ, തൃശൂർ 13,700 രൂപ, കൊപ്ര കൊച്ചി 9,240 രൂപ, കോഴിക്കോട് 9,950 രൂപ, തൃശൂർ 9,200 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 46,800 രൂപ, ഗാബിൾഡ് 48,800 രൂപ, ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ, കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, RSS 4 ഗ്രേഡ് 13,400 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 13,800 രൂപ, കൊപ്ര 9,240 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 46,800 രൂപ, ഗാബിൾഡ് 48,800 രൂപ, ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 രൂപ മുതൽ 180 രൂപ വരെ, തൊണ്ടില്ലാത്തത് 270 രൂപ മുതൽ 310 രൂപ വരെ, ജാതിപത്രി മഞ്ഞ ചുവപ്പ് 350 രൂപ മുതൽ 580 രൂപ വരെ, ഗ്രാമ്പു 700 രൂപ, റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, RSS 4 ഗ്രേഡ് 13,400 രൂപ, ഒട്ടുപാൽ 9,300 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. അന്തർ സംസ്ഥാന വ്യാപാരികൾ കൊച്ചി ടെർമിനൽ വിപണിയിൽ നിന്നുള്ള കുരുമുളക് സംഭരണം കുറച്ച് ഉൽപ്പന്ന വിലയെ തളർത്തി. 400 രൂപ കുറഞ്ഞ് 46,800 രൂപയിലാണ് അൺഗാബിൾഡ് കുരുമുളക്. വിലയിടിവ് ചെറുകിട വ്യാപാരികളെയും കർഷകരെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി. വിദേശ വ്യാപാര രംഗവും പ്രതിസന്ധിയിലാണ്. ഏലക്കാക്ഷാമം വ്യാപാരികളെയും വ്യവസായികളെയും പിരിമുറുക്കത്തിലാക്കി. വിളവെടുപ്പ് വൈകിയതിനാൽ ഹൈറേഞ്ച് സ്റ്റോക്ക് നില ചുരുങ്ങി. ഇന്നത്തെ ലേലത്തിൽ വന്ന 34,743 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും ഇടപാടുകൾ വാങ്ങി. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 1,431 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ കിലോ 1,060 രൂപയിലാണ്. തെളിഞ്ഞ കാലാവസ്ഥ റബ്ബർ ടാപ്പിംഗ് രംഗം സജീവമാക്കി. ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ വെട്ട് മുന്നേറിയതോടെ ലാറ്റക്സ് വരവ് ഉയർന്നു. ഇതിനിടയിൽ ടയർ കമ്പനികൾ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വില താഴ്ത്തി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8. കോഴിക്കോട് 32.8, 24.6. കൊച്ചി 32.4, 25.2. ആലപ്പുഴ 31.4, 25. പുനലൂർ 32.4, 24. തിരുവനന്തപുരം 32.1, 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.